Hello dear friends, welcome to Physics by Grace YouTube channel. This is Dr. Saju K. John from Grace Institute of Advanced Physics. HSST ഫിസിക്സ് 2026 എക്സാമിന് വേണ്ടിയുള്ള ഒരു ക്ലാസ്സാണത്. നമ്മുടെ ക്രാഷ് ബാച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനിയും ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നടക്കുകയാണ്. ക്വാണ്ടം മെക്കാനിക്സ് അതിൻ്റെ ലാസ്റ്റിലേക്ക് എത്തുകയാണ്. നമ്മൾ ഈ ക്ലാസ്സിൽ ഈ വീഡിയോ ലെക്ചറിൽ നമ്മൾ ചെയ്യുന്നത് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ് എന്നുള്ള ടോപ്പിക്കിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ കുറച്ചുകൂടി MCQs ഡിസ്കസ് ചെയ്യാണ്. അതുപോലെ മറ്റ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ലീനിയർ ഓപ്പറേറ്റേഴ്സ് എന്നും അതേപോലെ ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്ററി ഓപ്പറേറ്റേഴ്സ് അതുപോലെ പാരിറ്റി ഓപ്പറേറ്റർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്രൊജക്ഷൻ ഓപ്പറേറ്റർ അങ്ങനെയുള്ള മറ്റ് ഓപ്പറേറ്റേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഒന്നാമതായിട്ട് നമ്മൾ യൂണിറ്ററി ഓപ്പറേറ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ മറ്റേ മുമ്പത്തെ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആയതുകൊണ്ടാണ് നമ്പർ 3 എന്നിട്ടുള്ളത്. യൂണിറ്ററി ഓപ്പറേറ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് യൂണിറ്ററി ഓപ്പറേറ്റർ? യു ഡാഗർ യു എന്നുള്ളത് ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനെ യൂണിറ്ററി എന്ന് പറയും. യു ഡാഗർ യു എന്നുള്ളതായി കിട്ടുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് യൂണിറ്ററി ഓപ്പറേറ്റർ എന്നുള്ള ഐഡിയ. ഓക്കെ, യൂണിറ്ററി ഓപ്പറേറ്റർ. They ensure the total probability of finding the particle remains 1 after the transformation. അപ്പോൾ ഈ യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ നടന്നാലും പാർട്ടിക്കിളിനെ കണ്ടെത്താനുള്ള ടോട്ടൽ പ്രോബിലിറ്റി 1 ആണെന്നുള്ള അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള അർത്ഥമാണ്. നമ്മൾ സാധാരണ ടൈം ഇവല്യൂഷൻ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും ക്വാണ്ടം മെക്കാനിക്സിലെ. അവരൊക്കെ യൂണിറ്ററി ഓപ്പറേറ്റേഴ്സ് ആണ്. അല്ലെങ്കിൽ ചില റൊട്ടേഷൻസ് നടത്തുന്ന ഓപ്പറേറ്റേഴ്സ് അവർ യൂണിറ്ററി ഓപ്പറേറ്റേഴ്സ് ആണ്. യൂണിറ്ററി ഓപ്പറേറ്റേഴ്സ് പ്രോപ്പർട്ടീസിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പറഞ്ഞു യു ഡാഗർ യു ആയാലും യു ഡാഗർ ആയാലും അത് ഐ ആണ് കിട്ടുക. സ്കാലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് കൺസർവ് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മളൊരു യൂണിറ്ററി ഓപ്പറേറ്റർ സൈഡിൽ ആക്ട് ചെയ്തപ്പോൾ നമുക്ക് ആ വേവ് ഫംഗ്ഷൻ മാറിയിട്ട് സൈ ഡാഷ് കിട്ടി. അതുപോലെ വേറെ യൂണിറ്ററി ഓപ്പറേറ്റർ ഫൈൽ ആക്ട് ചെയ്തപ്പോൾ നമുക്ക് ഫൈ ഡാഷ് കിട്ടി. അങ്ങനെ ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻ നടത്തി കിട്ടിയിട്ടുള്ള സ്റ്റേറ്റുകളാണ് സൈ ഡാഷും ഫൈ ഡാഷും. അപ്പോൾ അവർ തമ്മിൽ ഇന്നർ പ്രൊഡക്റ്റ് എടുത്താലും നേരത്തെ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് റിസൾട്ട് തന്നെ കിട്ടും. അതാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത് നോം പ്രിസർവ് ചെയ്യും. നോം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മോഡുലസ് ആണ് അല്ലേ, സൈ സ്ക്വയറിൻ്റെ വാല്യൂ ആണ്. സൈ സ്ക്വയറിൻ്റെ വാല്യൂ എന്നുള്ളത് മോഡുലസ് ആണ്. അപ്പോൾ സൈ ഡാഷ് എന്താ പറയുക, കെറ്റ് സൈ ഡാഷ് ബ്രാ സൈ ഡാഷ് കെറ്റ് സൈ ഡാഷും അതുപോലെ സൈ ചെയ്താലും നമുക്ക് സെയിം വാല്യൂ കിട്ടും. 1 തന്നെയാണ് കിട്ടുക. യൂണിറ്ററി ആകുമ്പോൾ അവിടെ 1 ആണ് കിട്ടുക. നോർമലൈസ്ഡ് വേവ് ഫങ്ഷൻസ് ആണെങ്കിൽ ആ ഇന്നർ പ്രൊഡക്റ്റ് 1 ആണ് കിട്ടുക. നോം പ്രിസർവ് ചെയ്യുക അല്ലെങ്കിൽ നോമിന് മാറ്റം വരില്ല. യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടുള്ള സ്റ്റേറ്റ് ഫങ്ഷൻസിൻ്റെ നോം എടുത്താലും സെയിം വാല്യൂ കിട്ടും. ഇനി ഐഗൺ വെക്ടേഴ്സ് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐഗൺ വാല്യൂസ് 1 ആണ്. ഐഗൺ വാല്യൂസ് 1 ആണ്. ടിപ്പിക്കലി നമ്മുടെ യൂണിറ്റ് വെക്ടേഴ്സ് ഇ റേസ് ടു ഐ തീറ്റ ഫോമിൽ ആയിരിക്കും, വെർ തീറ്റ ഈസ് എ റിയൽ നമ്പർ. ഓർത്തോഗണാലിറ്റി നമ്മൾ ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സിൻ്റെ ഐഗൺ വെക്ടേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഐഗൺ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടേഴ്സ് ഓർത്തോഗണലാന്ന് പറയുന്ന പോലെ ആ പ്രോപ്പർട്ടി ഇവിടെയും ബാധകമാണ്. ഇനി സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ യു ഒരു എ ഓപ്പറേറ്ററിൽ ആക്ട് ചെയ്യാണ്. യു ഡാഗർ എയിൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് എ ഡാഷ് കിട്ടി. ഇങ്ങനെ കിട്ടുന്ന എ ഡാഷിൻ്റെ അപ്പോൾ യു ഡാഗർ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ആക്ട്. ഇതാണ് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ. ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ നടത്തി കിട്ടുന്ന ഓപ്പറേറ്റർ, ആ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ആ ഓപ്പറേറ്റർ മെട്രിക്സിൻ്റെ ട്രേസും മറ്റേ ഒറിജിനലി ഉണ്ടായിരുന്ന ഓപ്പറേറ്ററിൻ്റെ ട്രേസും സെയിം ആയിരിക്കും, അല്ലെങ്കിൽ മെട്രിക്സിൻ്റെ ട്രേസ് സെയിം ആയിരിക്കും. അതിൽ ഡിറ്റർമിൻ്റ് എടുത്താൽ സെയിം കിട്ടും. ഐഗൺ വാല്യൂസ് ആ രണ്ടെണ്ണത്തിൻ്റെയും സെയിം ആയിരിക്കും. ഓക്കെ, രണ്ട് ഓപ്പറേറ്റേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വാല്യൂസ് സെയിം ആയിരിക്കും, ഐഡൻറ്റിക്കലായിരിക്കും എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി സെയിം ആയിരിക്കും. ഇനി ലീനിയാരിറ്റി ഉണ്ട്. യൂണിറ്ററി ഓപ്പറേറ്റർ ലീനിയാരിറ്റി ഫോളോ ചെയ്യുന്നുണ്ട്, ലീനിയർ ഓപ്പറേറ്ററാണ്. ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാണ് ഹെർമീഷ്യൻ യൂണിറ്ററി. യു ഡാഗർ ഈക്വൽ ടു യു എന്ന് പറഞ്ഞു. യു ഡാഗർ ഈക്വൽ ടു യു എന്നല്ല, ഹെർമീഷ്യനിലെ എ ഡാഗർ എ ആണ്. ഇവിടെ യു ഡാഗർ എന്നുള്ളത് ഐ ആണ്. നമുക്കറിയാം എയും എ ഇൻവേഴ്സും മൾട്ടിപ്ലൈ ചെയ്താൽ ഐ ആണ്. അപ്പോൾ നമുക്ക് ഈ റിലേഷൻ എന്ന് പറയാം. മനസ്സിലായി? ഇപ്പോൾ യുവിൽ പറയുകയാണെങ്കിൽ യുവും ഒരു മെട്രിക്സും അതിൻ്റെ ഇൻവേഴ്സും മൾട്ടിപ്ലൈ ചെയ്താൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുക. അപ്പോൾ ഇത് രണ്ടും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി യു ഡാഗറും യു ഇൻവേഴ്സും സെയിം ആണ്. അതാണ് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. കോംപ്ലക്സ് നമ്പേഴ്സ് വിത്ത് മാഗ്നിറ്റ്യൂഡ് 1, അതാണ് ഐഗൺ വാല്യൂസ്. കോംപ്ലക്സ് നമ്പേഴ്സ് വിത്ത് മാഗ്നിറ്റ്യൂഡ് 1. ഇവിടെ എപ്പോഴും റിയൽ
ഐഗൺ വാല്യൂസ് റിയൽ ആയിരിക്കും നമ്മൾ പറഞ്ഞു ഹെർമീഷനിൽ. ഇവിടുത്തെ ഫിസിക്കൽ റോൾ എന്നുള്ള ട്രാൻസ്ഫോർമേഷൻസ് ലൈക്ക് ഇവല്യൂഷൻ, ടൈം ഇവല്യൂഷൻ, റൊട്ടേഷൻ പോലുള്ളതാണ്. ഇവിടെ ഈ എനർജി മൊമെൻ്റ് ഒക്കെ കിട്ടാനുള്ള അല്ലെങ്കിൽ പൊസിഷനൊക്കെ കിട്ടാനുള്ള ഫിസിക്കൽ ഒബ്സർവേഴ്സ് കിട്ടാനുള്ള ഓപ്പറേഷനാണ്. പ്രൊഡക്റ്റ് ഓഫ് ടു യൂണിറ്ററി ഈസ് യൂണിറ്ററി, അത് ഓർത്ത് വയ്ക്കുക. പ്രൊഡക്റ്റ് ഓഫ് ടു ഹെർമീഷൻ ഓൺലി ഇഫ് ദെയർ കമ്മ്യൂട്ട് ചെയ്യുന്ന മാത്രം ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ മാത്രമാണ് അവർ ഹെർമീഷൻ ആവുള്ളൂ. എന്ന് പറഞ്ഞാൽ എ ബി മൈനസ് ബി എ 0 ആയിട്ട് കിട്ടണം, അപ്പോഴാണ് അവർ ആ പ്രൊഡക്റ്റ് ഹെർമീഷൻ ആവുള്ളൂ. എ ബി എന്നുള്ള പ്രൊഡക്റ്റ് ഹെർമീഷൻ ആവുള്ളൂ. ക്വസ്റ്റ്യൻസിലേക്ക് വരികയാണ്. ആൻ ഓപ്പറേറ്റർ യു ഇസ് റിലേറ്റഡ് ടു ദ ഹെർമീഷൻ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എച്ച് ത്രൂ ദ റിലേഷൻ യു ഇസ് ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ ഇ റേസ് ടു ഐ എ എച്ച് വേർ എച്ച് ഇസ് ഹെർമീഷൻ ആൻഡ് എ ഇസ് റിയൽ, ദെൻ യു വിൽ ബി യു എന്ത് മെട്രിക്സ് ആണ്? അപ്പോൾ യു നോക്കും, നമുക്കിത് യൂണിറ്ററി ആണെന്ന് ചെക്ക് ചെയ്യാം. യു എന്ന് കാണുമ്പോൾ യൂണിറ്ററി ആണെന്ന് തോന്നുന്നു നമുക്ക് അല്ലേ. ഇ റേസ് ടു ഐ എ എച്ച് ആണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ യു ഡയഗ്രം എടുത്താൽ ഇ റേസ് ടു ഐ എ എച്ച് അല്ലേ, ഇതിൻ്റെ നമ്മൾ മൊത്തത്തിൽ ഡയഗ്രം എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ എക്സ്പോണൻഷ്യൽ ടൈമിൽ അതിൻ്റെ കോഞ്ചുഗേറ്റ് എടുക്കുകയാണ്. ഈ ഐ എ എന്നുള്ളതിന് കോഞ്ചുഗേറ്റ് എടുത്താൽ മതി. ഐ എ എന്നുള്ളത് കോഞ്ചുഗേറ്റ് എടുക്കുക, ഇതിന് ഡയഗ്രം എടുക്കുക. ഓപ്പറേറ്റർ നമ്മൾ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോസ്റ്റ് കോഞ്ചുഗേറ്റ് ആണ്, അത് ഡയഗ്രാണ് എടുക്കേണ്ടത്. ഇ റേസ് ടു ഐക്ക് ഐ അല്ലേ, ഐ എന്നുള്ളത് ഇമാജിനറി ആയതുകൊണ്ട് നമ്മൾ ഡയഗ്രം എടുക്കുമ്പോൾ മൈനസ് ഐ വരും. എ പക്ഷേ റിയലാണ്, അപ്പോൾ എ കോഞ്ചുഗേറ്റ് എ തന്നെയാണ്. എച്ച് ഡയഗ്രം ഇത് എച്ച് ഹെർമീഷനാണ്, ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ഹെർമീഷൻ ആയതുകൊണ്ട് അത് എച്ച് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡയഗ്രം എടുക്കുമ്പോൾ ഒരു മൈനസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് യൂണിറ്ററി ആണ് അല്ലേ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇ റേസ് ടു ഐ എ എച്ച് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ എ എച്ച്. അപ്പോൾ ഇ റേസ് ടു 0 വരാം. ഇ റേസ് 0 എന്നുള്ളത് ഐ ആണ് അല്ലെങ്കിൽ 1 ആണ്. സോ ദാറ്റ് മെട്രിക്സ് യു ഇസ് യൂണിറ്ററി ആണ്. യു ഡയഗർ യു എന്നുള്ളത് അല്ലെങ്കിൽ യു ഡയഗർ എന്നുള്ളത് ഐ ആണ്, അപ്പോൾ യൂണിറ്ററി ആണ്. അതാണ് ഇവിടെ തെളിയിച്ചിട്ടുള്ളത്. വിച്ച് ഇസ് റോങ് റിഗാർഡിങ് ദ യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് അല്ലെങ്കിൽ ഓപ്പറേറ്റർ എ ഡയഗറും എയും തമ്മിലുള്ള ബന്ധം അല്ലേ. അവിടെ നമ്മൾ പല പ്രോപ്പർട്ടീസും പറഞ്ഞു. ആക്ച്വലി എക്സ്പെക്റ്റേഷൻ വാല്യൂസ് നമ്മളിവിടെ പ്രോപ്പർട്ടീസ് യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ്റെ പ്രോപ്പർട്ടീസ് ഇവിടെ പറഞ്ഞു. സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ, യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ, ട്രേസ് സെയിമാന്ന് പറഞ്ഞു. ആ രണ്ട് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് സെയിമാന്ന് പറഞ്ഞു. ഐഗൺ വാല്യൂ സെയിമാന്ന് പറഞ്ഞു. പിന്നെ അവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ബേസിസ് ചേഞ്ച് ചെയ്യാണ്. ബേസിസ് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇപ്പോൾ ഇതാണ് ബേസിസ് വെക്ടേഴ്സ് എങ്കിൽ അവരൊന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അല്ലേ, അവർ ഈ ബേസിസ് വെക്ടേഴ്സ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തതായിരിക്കും, ചെറിയൊരു ആംഗിൾ റൊട്ടേറ്റ് ചെയ്തു. അങ്ങനെ റൊട്ടേഷനൊക്കെ കൊണ്ടുവരുന്ന ഒരു ഓപ്പറേഷനാണ് അല്ലെങ്കിൽ ടൈം ഇവല്യൂഷൻ ഓപ്പറേഷനാണ്. അപ്പോൾ ഇത് ബേസിസ് ചേഞ്ച് ചെയ്യുക, റൊട്ടേഷൻ നടത്തിയത് അങ്ങനത്തെ ചേഞ്ചുകളൊക്കെ വരുന്നുള്ളൂ. അല്ലാതെ ജസ്റ്റ് റൊട്ടേഷനൊക്കെയാണ് വരുന്നത്. അപ്പോൾ മെട്രിക്സിന് കാര്യമായ ചേഞ്ചുകളില്ല, ജസ്റ്റ് ബേസിസ് ചേഞ്ച് ചെയ്യാനാണ്. ബേസിസ് വെക്ടേഴ്സ് ഇപ്പോൾ നമ്മൾ ഐ ജെ കെ ആണെങ്കിൽ നമ്മൾ മനസ്സിലാൻ വേണ്ടി പറയണം, ഐ ജെ കെ എന്നുള്ളത് അത് കുറച്ച് ഷിഫ്റ്റ് ചെയ്യാണ്. അവർ ആംഗിൾ ഒരു 30 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക, മൊത്തം എല്ലാം 30 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ആക്സിൽ റൊട്ടേറ്റ് ചെയ്യുക, എല്ലാം റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും ആക്സിന് വെച്ചിട്ട് വേണം റൊട്ടേറ്റ് ചെയ്യാൻ, അതനുസരിച്ചാണ് ആംഗിൾസ് മാറുക. അപ്പോൾ ബേസിസ് ചേഞ്ച് ചെയ്യലാണ് അവിടെ പ്രധാനമായിട്ട് നടക്കുന്നത്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ റിമെയിൻസ് അൺചേഞ്ച്ഡ് ഇൻ ദ യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ. ഇത് ശരിയാണ്. ഐഗൺ വാല്യൂസ് സെയിം ആണ്, നമ്മൾ ഓൾറെഡി കണ്ടു. നോർമലൈസേഷൻ പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഇഫ് എ ഇസ് ഹെർമീഷൻ എ ഡാഷ് ഹെർമീഷൻ ആവും. എ ഹെർമീഷൻ ആണ്, എ ഡാഷ് ഹെർമീഷൻ ആവും. ഇത് ഈ സ്റ്റേറ്റ്മെൻറ്റ് നോട്ട് ഹെർമീഷൻ എന്നുള്ളത് കൊണ്ടാണ് തെറ്റായിട്ട് വരുന്നത്. ഈ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമുക്കുണ്ട്. സോ ഡി ഈസ് അവർ ആൻസർ. ബാക്കിയെല്ലാം ശരിയാണ്. അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി മറ്റു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ്. യൂണിറ്ററി ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. യൂണിറ്ററി ഓപ്പറേറ്റേഴ്സ്. ഇനി ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് പറയുമ്പോൾ നമുക്കറിയാം പൊസിഷൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എക്സ് ക്യാപ്പ് കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. മൊമെൻ്റ് ഓപ്പറേറ്ററിൻ്റെ പി എക്സ് ക്യാപ്പ് വിച്ച് ഇസ് മൈനസ് ഐ എച്ച് ക്രോസ് ഡെൽ ബൈ ഡെൽ എക്സ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഓപ്പറേറ്റർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഓപ്പറേറ്റർ ആണ്. കൈനറ്റിക് എനർജി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ പി സ്ക്വയർ ബൈ 2m ആണ്. പി സ്ക്വയർ ബൈ 2mൽ നമുക്ക് പിക്ക് വാല്യൂ കൊടുത്താൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. പിക്ക് ഈ വാല്യൂ ഇത് 1 ഡൈമെൻഷനിലാണ്, അല്ലെങ്കിൽ പിക്ക് നമുക്ക് ഇങ്ങനെ കൊടുക്കണം അല്ലേ, മൈനസ് ഐ എച്ച് ക്രോസ് ഡെൽ എന്ന് കൊടുക്കണം. അപ്പോൾ ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോഴാണ് നമുക്കിത് കിട്ടുക കേട്ടോ. പ്ലസ് വി ഓഫ് ആർ. ഇത് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററാണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഓപ്പറേറ്റേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് ചിലത് പറഞ്ഞാണ്. അതുപോലെ ആംഗുലർ മൊമെൻ്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, എൽ ആർ ക്രോസ് പി
അല്ലേ? എൽ എക്സ്, എൽ വൈ, എൽ സെഡ് അതൊക്കെ ഓപ്പറേറ്റേഴ്സാണ്. എൽ സ്ക്വയർ ഓപ്പറേറ്ററാണ്, എൽ സെഡ് ഓപ്പറേറ്ററാണ്. ലാഡർ ഓപ്പറേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ എൽ പ്ലസ്, എൽ എക്സ്, എൽ പ്ലസ് എന്ന് പറഞ്ഞാൽ എൽ എക്സ് പ്ലസ് ഐ എൽ വൈ ആണ് അല്ലേ? അതുപോലെ എൽ മൈനസ് ആണെങ്കിൽ എൽ എക്സ് മൈനസ് ഐ എൽ വൈ ആണ്. അപ്പോൾ ഇത് നമ്മൾ ലാഡർ ഓപ്പറേറ്റേഴ്സ് എന്നാണ് വിളിക്കുക. അതൊക്കെ ഓപ്പറേറ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ പെടുന്നതാണ്. ഇനി പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫോമിൽ വരുന്ന ഓപ്പറേറ്റേഴ്സാണ് പ്രൊജക്ഷൻ. ഈ പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എത്ര ഓവർലാപ്പ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. രണ്ട് എന്താ പറയുക, രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ എത്ര ഓവർലാപ്പ് ഉണ്ട്, പ്രൊജക്ഷൻ ഉണ്ട് എന്നുള്ളത്. ഈ പ്രൊജക്ഷൻ ഓപ്പറേറ്ററിൻ്റെ സ്ക്വയർ ചെയ്ത് നമുക്ക് പി തന്നെ കിട്ടും. ഇതിനെ ഐഡം പൊട്ടൻസി എന്ന് പറയാം. നമ്മൾ ഐഡം പൊട്ടൻ ലോ എന്നൊക്കെ പറയില്ലേ, മെട്രിക്സ് ഒക്കെ പഠിക്കുമ്പോൾ എ സ്ക്വയർ ഈക്വൽ ടു എ തന്നെ കിട്ടുക, അല്ലെങ്കിൽ എ ക്യൂബ് ഈക്വൽ ടു എ തന്നെ കിട്ടുക, മനസ്സിലായ? അതിനെ നമ്മൾ ഐഡം പൊട്ടൻസി എന്നാണ് വിളിക്കുക. ഐഡം പൊട്ടൻസി പി സ്ക്വയർ ചെയ്യുമ്പോൾ പി 2 പ്രാവശ്യം ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, അത് ഒരു പ്രാവശ്യം ഓപ്പറേറ്റ് ചെയ്ത് സെയിം റിസൾട്ട് അല്ലേ, പി സ്ക്വയർ പി തന്നെയാണ്. പിന്നെ എട്ടാമതായിട്ട് പാരിറ്റി ഓപ്പറേറ്ററാണ്. എട്ടാമതായിട്ട് നമ്മൾ പാരിറ്റി ഓപ്പറേറ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. പാരിറ്റി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സ്പേസ് ഇൻവേർഷനാണ്. പാരിറ്റി ഓപ്പറേറ്റർ സൈ ഓഫ് എക്സിൽ ആക്ട് ചെയ്യുമ്പോൾ എക്സിന് മാറ്റം വരുന്നില്ലെങ്കിൽ അല്ലേ, മാറ്റം വരുന്നില്ലെങ്കിൽ ഈവൻ പാരിറ്റി എന്ന് പറയും, മാറ്റം വരുന്നുണ്ടെങ്കിൽ ഓഡ് പാരിറ്റി എന്ന് പറയും. പാരിറ്റി ഓപ്പറേറ്റേഴ്സിൻ്റെ ഐഗൺ വാല്യൂസ് -1 അല്ലെങ്കിൽ +1 ആണ് അല്ലേ, പ്ലസ് ഓർ -1 എന്ന് എഴുതാം ഐഗൺ വാല്യൂസ്. +or -1. ഓക്കെ, അപ്പോൾ ഇതാണ് ഓപ്പറേറ്റേഴ്സ്. നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകണം. വാട്ട് ആർ ദ ഐഗൺ വാല്യൂസ് ഓഫ് പാരിറ്റി ഓപ്പറേറ്റർ? നമ്മൾ ജസ്റ്റ് കണ്ടുള്ളൂ +or -1 ആണ്. In quantum mechanics, if a parity operator operates on a wave function, it gives parity operation നടക്കുന്ന പറഞ്ഞാൽ എക്സ് മൈനസ് എക്സ് ആകുക അല്ലേ, അതിനെ നമ്മൾ റിഫ്ലക്ഷൻ എന്നാണ് വിളിക്കുക. റിഫ്ലക്ഷൻ അല്ലേ, പാരിറ്റി ഓപ്പറേറ്റർ റിഫ്ലക്ഷൻ ആണ് നടത്തുന്നത്. നമ്മൾ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞാൽ പൊസിഷൻ ഓപ്പറേറ്റേഴ്സ്, മൊമെൻറ്റം, ഹാമിൽട്ടോണിയൻ, പാരിറ്റി, ക്രിയേഷൻ, അൻഹിലേഷൻ, ജസ്റ്റ് ഡി ബൈ ഡി എക്സ്, അതിൽ എല്ലാവരും ഹെർമീഷൻ ആണെന്നല്ലേ. ഇപ്പം ഇതൊക്കെ റിയൽ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊക്കെ എന്താണ്, ഹെർമീഷൻ ആണ്. ഓൾ ദീസ് ആർ ഹെർമീഷൻ. പക്ഷേ ക്രിയേഷൻ, അൻഹിലേഷൻ അവർ ഹെർമീഷൻ അല്ല, ദേ ആർ നോട്ട് ഹെർമീഷൻ. ക്രിയേഷൻ, അൻഹിലേഷൻ അതുപോലെ ഡെറിവേഷൻ, സിമ്പിളി ഇങ്ങനെ ഒരു ഓപ്പറേറ്റർ എഴുതിയാൽ ഇതല്ല. ഇതിൻ്റെ കൂടെ ഐ ഉണ്ടെങ്കിൽ ഇത് ഹെർമീഷൻ ആവും കേട്ടോ. ഐയോ മൈനസ് ഐ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഹെർമീഷൻ ആവും. പിന്നെ ഇത് കോംപ്ലക്സ് ആണ്, റിയൽ ഐഗൺ വാല്യൂ തരണമെന്നില്ല. ക്രിയേഷൻ, അൻഹിലേഷൻ കോംപ്ലക്സ് ഐഗൺ വാല്യൂ തരാം. ഇത് ഇമാജിനറി ആയിട്ടുള്ള ഐഗൺ വാല്യൂസ് ആണ് തരാം. ഇത് പാരിറ്റി +or - ഇവിടെ എനർജിയാണ്, ഇത് മൊമെൻ്റ് ആണ്, ഇത് പൊസിഷൻ ആണ് തരാം. പാരിറ്റി ഓപ്പറേറ്റർ ഹെർമീഷൻ തന്നെയാണ്, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞ് എ ഫൈൽ ആക്ട് ചെയ്യുമ്പോൾ ആൽഫ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ എ ഓപ്പറേറ്ററിൻ്റെ ഐഗൺ വാല്യൂ ആണ് ആൽഫ. എ ഓപ്പറേറ്ററിൻ്റെ ഐഗൺ വാല്യൂ ആണ് ആൽഫ. അങ്ങനെയാണ് ഈ എ ഇൻവേഴ്സിൻ്റെ ഐഗൺ വാല്യൂ എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. എ ഇൻവേഴ്സിൻ്റെ ഐഗൺ വാല്യൂ എന്താണ്? എ ഇൻവേഴ്സിൻ്റെ ഐഗൺ വാല്യൂ എന്താണ്? ആൽഫയാണോ, ആൽഫ റൈസ് ടു -2 ആണോ, ആൽഫ സ്ക്വയർ ആണോ, ആൽഫ ഇൻവേഴ്സ് ആണോ? എ ഇൻവേഴ്സിൻ്റെ ഐഗൺ വാല്യൂ ഏതാണ്? വാട്ട് ഈസ് ഐഗൺ വാല്യൂ ഓഫ് എ ഇൻവേഴ്സ്? അത് നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ആൽഫ ഇൻവേഴ്സ് ആണ്. ഇതാണ് കറക്റ്റായിട്ട് കിട്ടുക. നമ്മൾ ചെയ്ത് നോക്കാം. എ ആൽഫ ചെയ്യുമ്പോൾ ആൽഫ കിട്ടുമെന്ന് പറഞ്ഞു, എ ഫൈ ചെയ്യുമ്പോൾ ആൽഫ ഫൈ കിട്ടുമെന്ന് പറഞ്ഞു. രണ്ട് സൈഡിലും എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇവിടെ ഇൻവേഴ്സ് കൊടുക്കുകയാണ്, ഇവിടെ എ ഇൻവേഴ്സ് കൊടുക്കുകയാണ്. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. രണ്ട് സൈഡിൽ ഇൻവേഴ്സ് കൊടുത്തു. എ ഇൻവേഴ്സ് എ എന്നുള്ളത് ഐ ആയതുകൊണ്ട് ഇവിടെ അങ്ങനെ എഴുതി. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എ ഇൻവേഴ്സ് ഐ ആയതുകൊണ്ട് ഐ ഫൈ ഈക്വൽ ടു എ ഇൻവേഴ്സ്. ഇവിടെ ആൽഫ പുറത്ത് കൊണ്ടുവരാം, നമുക്കറിയാം ആൽഫ പുറത്ത് കൊണ്ടുവരാം. പിന്നെ എ ഇൻവേഴ്സ് ഫൈ ആണ് വരിക. ഒരു സെക്കൻഡ്, യെസ്, ആൽഫ ഫൈ അങ്ങനെയാണ് നിൽക്കട്ടെ. എ ഇൻവേഴ്സ് ആൽഫ ഫൈ അങ്ങനെയാണ് നിൽക്കട്ടെ. യെസ്, എ ഇൻവേഴ്സ് ആൽഫ ഫൈ. ഓക്കെ, ഐ ഫൈ എന്നുള്ളത് ഐഡൻറ്റിറ്റി ആണല്ലോ. ഐഡൻറ്റിറ്റി ആയതുകൊണ്ട് പിന്നെ ഒന്നും സംഭവിക്കില്ല. ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ അത് തന്നെ തരാം. അപ്പോൾ ഫൈ തന്നെ വരാം. ഫൈസ് ഇവിടെ ഈ ആൽഫ പുറത്തെടുക്കുന്നത് ഈ സ്റ്റെപ്പിൽ ചെയ്തിട്ടുണ്ട്. ആൽഫ പുറത്തെടുത്തിട്ട് എ ഇൻവേഴ്സ് ഫൈ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു ആൽഫ ഇൻവേഴ്സ് ഫൈ. അപ്പോൾ ഇത് നമ്മൾ ആൽഫ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ 1/α എന്നാണ് വരിക. 1/α എന്നാണ് വരിക. അതാണ് ഇവിടെ കാണുന്നത്. 1/α ഫൈ ഈക്വൽ ടു എ ഇൻവേഴ്സ് ഫൈ. അപ്പോൾ ഒന്ന് നോക്കൂ, എ ഇൻവേഴ്സ് ഫൈ എന്നുള്ളത് 1/α ഫൈ ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഒന്ന് മാറ്റിയിട്ടുണ്ട്, അങ്ങോട്ടും മാറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ എ ഇൻവേഴ്സ് ഫൈ എന്നുള്ളത് ആൽഫ അല്ലെ, 1/α എന്നുള്ളത് ആൽഫ ഇൻവേഴ്സ് ആണ്. അപ്പോൾ 1/α ആണ് കിട്ടുന്നത് ഇൻവേഴ്സ് ആക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇൻവേഴ്സ് ഫൈ എന്ന് പറയുമ്പോൾ ആൽഫ ഇൻവേഴ്സ് അല്ലെങ്കിൽ 1/α ആണ് കിട്ടുന്നത്. അപ്പോൾ ആൽഫ ഇൻവേഴ്സ് ആണ് അതിൻ്റെ ഐഗൺ വാല്യൂ. അതുപോലെ കുറച്ച് കാര്യം ശ്രദ്ധിച്ചാൽ നല്ല എ സ്ക്വയറിൻ്റെ ഐഗൺ വാല്യൂ
എയുടെ ഐഗൺ വാല്യൂ ആൽഫ ആണെങ്കിൽ എ ഇൻവേഴ്സിന് ആൽഫ ഇൻവേഴ്സ് ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 1/α എന്ന് പറഞ്ഞു. അപ്പോൾ എ സ്ക്വയറിന് ആൽഫ സ്ക്വയർ വരിക, എ ഇൻവേഴ്സ് ഇപ്പോൾ നമ്മൾ കണ്ടതാണ്. എ റേസ് ടു എന്നിന് ആൽഫ റേസ് ടു എന്നാ വരിക. അതൊക്കെ നമുക്ക് ഡയറക്റ്റ്ലി എഴുതാൻ പറ്റും, അത് നോട്ട് ചെയ്യാം. അപ്പോൾ എ ഇൻവേഴ്സിൻ്റെ ഐഗൺ വാല്യൂ ഇത് സെയിം ആണ്. എ ഇത് വേറെ രീതി ചോദിച്ചു എന്നുള്ളൂ. ഓപ്പൺ ഓപ്പറേറ്റർ എ വിത്ത് ഓപ്പറേറ്റർ എയുടെ ഐഗൺ വാല്യൂ എ ആണെങ്കിൽ എ ഇൻവേഴ്സ് അതേ സ്റ്റേറ്റ് ഫംഗ്ഷനിൽ ആക്ട് ചെയ്യുമ്പോൾ, ഐഗൺ വെക്ടറിൽ ആക്ട് ചെയ്യുമ്പോഴുള്ള ഐഗൺ വാല്യൂ എത്രയാണ്? ഇൻവേഴ്സ് ആക്ട് ചെയ്യുമ്പോൾ 1/a ആണ് കിട്ടുക, 1/a ആണ് കിട്ടുക. ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ഏതാണ്? ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ നമുക്ക് തീർച്ചയായിട്ടും എഴുതി നോക്കാം. p²/2m പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അല്ലേ, ഇത് കൈനറ്റിക് എനർജി പഠിച്ചാൽ മതി. ഇവിടെ പിക്ക് പകരം -IH×del കൊടുക്കുക. അപ്പോൾ p² ആയിട്ട് കിട്ടുക നമുക്ക് മൈനസ് സ്ക്വയർ ചെയ്യുമ്പോൾ പോകും, I² H×2 del² വരിക. I² എന്നുള്ളത് -1 ആണ്, അപ്പോൾ -H×2 del² വരിക. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -H×2 del²/2m p²/2m അല്ല പ്ലസ് v. അപ്പോൾ ഇത് കറക്റ്റാണ്, ഇത് കറക്റ്റാണ്. മൊമെൻ്റ് ഓപ്പറേറ്റർ ഐഗൺ ഫംഗ്ഷൻ ഫോർ മൊമെൻ്റ് ഓപ്പറേറ്റർ, ഇത് മൊമെൻ്റ് ഓപ്പറേറ്ററിൻ്റെ ഐഗൺ ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഐഗൺ വാല്യൂ എന്താണ്? അപ്പോൾ മൊമെൻ്റ് ഓപ്പറേറ്റർ -IH×del/del x ആണ്. അത് ഈ ഓപ്പറേറ്ററിൽ ആക്ട് ചെയ്യുക, e⁻⁴ ആക്ട് ചെയ്യുക. ഇത് -IH× അവിടെ നിൽക്കട്ടെ, ഡിഫറൻഷിയേഷൻ ആണല്ലോ. e⁻⁴ ഡെറിവേറ്റീവ് e⁻⁴ തന്നെ വരും, ഇൻറ്റു വിത്ത് അല്ല ഇതിനെ ചെയ്യുമ്പോൾ നമുക്ക് IK കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ e⁻⁴ അവിടെ തന്നെ നിൽക്കട്ടെ, ഒപ്പം വരുന്നത് -IH× ഇൻറ്റു IK ആണ്. ഇവിടെ -I² ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈ -I²ഉം I² -1 ആണ്, -I² 1 ആണ്. അപ്പോൾ H×k e⁻⁴ ഇതാണ് ഐഗൺ വാല്യൂ ആയിട്ട് വരുന്നത്. H×k ആണ് ഐഗൺ വാല്യൂ ആയിട്ട് വരുന്നത് കേട്ടോ. HψAψ ആണെങ്കിൽ നമുക്കറിയാം ഇത് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ആണ്, എനർജി ഓപ്പറേറ്റർ ആണ്. അപ്പോൾ എ ഷുഡ് ബി എനർജി, എ എനർജി ആയിരിക്കണം. എ എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ എയുടെ ഡയമെൻഷൻ എനർജി തന്നെ ആയിരിക്കണം, കാരണം H ഹാമിൽട്ടോണിയൻ ആണ് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ഷുഡ് ഗീവ് എനർജി. The moment operator along x-axis given by moment operator representation ഇതാണ് നമുക്കറിയാം, സിമ്പിൾ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ. ഇൻ മൊമെൻറ്റം റെപ്രസെൻറ്റേഷൻ ദ ഓപ്പറേറ്റർ ഫോർ പൊസിഷൻ, മൊമെൻ്റ് റെപ്രസെൻറ്റേഷനിൽ പൊസിഷൻ ഓപ്പറേറ്റർ മൊമെൻ്റ് റെപ്രസെൻറ്റേഷനിൽ സാധാരണ നമ്മൾ പൊസിഷൻ റെപ്രസെൻറ്റേഷനിൽ മൊമെൻ്റ് ആണ് എഴുതുക. ഇവിടെ മൊമെൻ്റ് റെപ്രസെൻറ്റേഷനിൽ പൊസിഷൻ എഴുതുമ്പോൾ IH×del/del p എന്നുള്ളത് ഒന്ന് പഠിച്ചു വെക്കണം, ഇതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. പൊസിഷന് മൊമെൻ്റ് റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ് എഴുതാം. വിച്ച് ഇസ് ഇവിടെ ഒരു ഓപ്പറേറ്റർ തന്നിട്ടുണ്ട്, ഓപ്പറേറ്റർ തന്നിട്ടുള്ളത് PR എന്നാണ് തന്നിട്ടുള്ളത്. -I ഉണ്ട്, h/2πr ഉണ്ട്, del/del ഓഫ് r ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഓപ്പറേറ്റർ വിച്ച് ഇസ് എ കറസ്പോണ്ടിങ് ഐഗൺ ഫംഗ്ഷൻ, ഈ ഓപ്പറേറ്റർ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ ആക്ട് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷനും ഐഗൺ വാല്യൂ ആയിട്ട് വരണം അല്ലേ. അപ്പോൾ അത് ആക്ട് ചെയ്ത് നോക്കാം നമുക്ക്, ഇതിൽ ഏത് ഫംഗ്ഷനിൽ ആക്ട് ചെയ്യുമ്പോഴാണ് കൃത്യമായിട്ട് അങ്ങനെ വരിക എന്നുള്ളത്. ഇതിൽ ഓരോന്നും ചെയ്തു നോക്കുക, കൃത്യമായിട്ട് ഇതിൻ്റെ ഐഗൺ ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമാണ് കറക്റ്റ് സം ഐഗൺ വാല്യൂ ഇൻറ്റു ആ ഫംഗ്ഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ -IH/2πr del/del r ഇൻറ്റു നമ്മുടെ ഈ ഫംഗ്ഷൻ നോക്കൂ, അതാണ് അതിൻ്റെ ആൻസർ. ഞാൻ അത് മാത്രം ചെയ്ത് കാണിക്കണം, എല്ലാം ചെയ്ത് നോക്കുമ്പോൾ സമയം പോകും. r ഇതാണ് ഫംഗ്ഷൻ ഉണ്ടാ. ഇതിൽ C ഒന്ന് ചെക്ക് ചെയ്യാണ്, C. അപ്പോൾ ഇത് r ക്യാൻസലാവും, ഇതിൽ ആക്ട് ചെയ്യുമ്പോൾ -IH/2πr e⁻⁴ ആക്ട് ചെയ്യുമ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ e⁻⁴ ഇൻറ്റു IK വരും അല്ലേ. അപ്പം e⁻⁴ ഈ r ഉണ്ടല്ലോ അത് മാറ്റി നിർത്താൻ പറ്റും. ബാക്കിയുള്ളത് നമുക്ക് കിട്ടുന്നത് -I × I എന്നുള്ളത് -I², അത് -I² 1 ആണ്. അപ്പോൾ H×k അല്ല HK അല്ലേ, HK ഉണ്ട് ന്യൂമറേറ്ററിൽ, പിന്നെ /2π ആണുള്ളത്.
അപ്പോൾ സിംപ്ലി നമുക്ക് പറയാം h/2p എന്നുള്ള h ക്രോസ് k e റേസ് ടു i k r ബൈ r. അപ്പോൾ ഇത് കറക്റ്റായിട്ട് അതിൻ്റെ ഐഗൺ ഫംഗ്ഷൻ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഐഗൺ വാല്യൂ വന്നത്. ഇതാണ് ഐഗൺ വാല്യൂ. അപ്പോൾ നമ്മളിവിടെ ചെയ്തെന്താണെന്ന് വെച്ചാൽ പി ആർ എന്നുള്ള ഓപ്പറേറ്റർ ഇതിൽ ആക്ട് ചെയ്തു, തന്നിട്ടുള്ള വേവ് ഫംഗ്ഷനിൽ ആക്ട് ചെയ്തു. e റേസ് ടു i k r ബൈ r എന്നുള്ള വേവ് ഫംഗ്ഷനിൽ ആക്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് സം ഐഗൺ വാല്യൂ ഇൻറ്റു തന്നെ വന്നു. അപ്പോൾ കറക്റ്റ് ഐഗൺ ഫംഗ്ഷനാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ആ തന്നിട്ടുള്ള വേവ് ഫംഗ്ഷൻ റിപ്പീറ്റ് ചെയ്ത് കിട്ടില്ല. തന്നിട്ടുള്ള വേവ് ഫംഗ്ഷൻ അങ്ങനെ തന്നെ അവിടെ കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതെല്ലാത്തിലും എഴുതി നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നുള്ളത്. ഓരോന്നിലും എഴുതി നോക്കിയത് തന്നെ. ഇൻ ദ പൊസിഷൻ റെപ്രസെൻറ്റേഷൻ ദ ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്റർ ഫോർ ദ ഇൻവേഴ്സ് മൊമെൻറ്റം. നമ്മൾ മൊമെൻറ്റത്തിൻ്റെ ഓപ്പറേറ്റർ -IH ക്രോസ് ഡെൽ ബൈ ഡെൽ എക്സ് ആണ്. അപ്പം ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഈ -iനെ 1/i എന്ന് എഴുതാം. -iയും 1/iയും സെയിമാണ്. 1/i എന്ന് നോക്കി നോക്ക്. 1/iനെ നമ്മൾ മുകളിലും താഴെയും i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മുകളിൽ ഐയും താഴെ i സ്ക്വയർ -1 ആണ്. -i എന്ന് കിട്ടും അല്ലേ. 1/i -i ആണ്. യെസ്, 1/iയും -iയും സെയിം ആണ്. അപ്പോൾ ഇത് 1/i. അപ്പോൾ ഇവിടെ നമുക്ക് h ക്രോസ് ബൈ i ഡെൽ ബൈ ഡെൽ എക്സ് എഴുതാം. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കുന്നതിൻ്റെ മൊമെൻ്റ് ഓപ്പറേറ്ററിൻ്റെ ഇൻവേഴ്സ് എടുക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ മതി. ഞാൻ ആ -iനെ 1/i എന്ന് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള ഇതാണ്. മൊമെൻ്റ് ഓപ്പറേറ്ററിൻ്റെ ഇൻവേഴ്സ് ഇങ്ങനെ കിട്ടും. ദ ഐഗൺ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ e റേസ് ടു -x ആണ്. ഇത് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ e റേസ് ടു -x ഡെൽ ബൈ ഡെൽ എക്സ് അതിൽ ആക്ട് ചെയ്യുമ്പോൾ e റേസ് ടു -x ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, e റേസ് ടു -x ഇൻറ്റു -1 ആണ് കിട്ടുക. അപ്പോൾ ഐഗൺ വാല്യൂ ആയിട്ട് കിട്ടുന്നത് -1 ആണ്. e റേസ് ടു +x ആണെങ്കിൽ +1 ആണ്. e റേസ് ടു 2x ആണ് 2 ആണ് കിട്ടുക. അത്രേ ഉള്ളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്റർ. ഇതിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ, ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ്. നമ്മൾ ചെയ്തു നോക്കുകയാണെങ്കിൽ ഇത് ഹെർമീഷൻ, തീർച്ചയായിട്ടും ഇത് ഹെർമീഷൻ ആണെങ്കിലാണ് ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്റർ ആവുള്ളൂ. ഹെർമീഷൻ ആണ്. അപ്പോൾ അതാണ് ക്വാണ്ടം മെക്കാനിക്കൽ ഹെർമീഷൻ ഓപ്പറേറ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ. ഇത് ഹെർമീഷൻ ആകില്ല, കാരണം ഇതിലൊരു മൈനസ് വരും. ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞ പോലെ ഇതിൻ്റെ ഡാഗർ എടുക്കുമ്പോൾ ഡെൽ ബൈ ഡെൽ എക്സിൻ്റെ ഡാഗർ എടുക്കുമ്പോൾ അത് തന്നെ കിട്ടില്ല, -del by del x എന്നാണ് കിട്ടുക. നമ്മൾ മുമ്പ് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അപ്പോൾ ഇത് നോട്ട് ഹെർമീഷൻ, അല്ലെങ്കിൽ ഇത് ആൻറ്റി ഹെർമീഷൻ ആണെന്നുള്ള രീതിയിൽ പറയാം. ഡെൽ ബൈ ഡെൽ എക്സിൻ്റെ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് രണ്ടിലും അല്ല, ഇതിൻ്റെ ഡാഗർ എടുക്കുമ്പോൾ നമുക്ക് ഡെൽ ബൈ ഡെൽ എക്സിന് -i വരും, ഇതിനും -i വരും. അപ്പോൾ ഇത് ഡെൽ ബൈ ഡെൽ എക്സിൻ്റെ സ്ക്വയർ തന്നെ കിട്ടും. അപ്പോൾ ഇത് ഹെർമീഷനാണ്. ക്യൂബ് വന്നാൽ 3 -i വരും, അപ്പോൾ അത് ഹെർമീഷൻ ആകില്ല. പിന്നെ ഇത് ഹെർമീഷനാവും, കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഡാഗർ എടുക്കുമ്പോൾ ഐയുടെ ഡാഗർ എടുക്കുമ്പോൾ ഇതിൻ്റെ ഡാഗർ എടുക്കാൻ ജസ്റ്റ് കോൺജുഗേറ്റ് എടുത്താൽ മതി, -i വരും. ഡെൽ ബൈ ഡെൽ എക്സിന് -del by del x, അപ്പോൾ അതന്നെ വരും അല്ലേ, i ഇൻറ്റു ഡെൽ ബൈ ഡെൽ എക്സ് വരും. അപ്പോൾ ഇതാണ്, ഇത് ഹെർമീഷനാണ്. ഇറ്റ് ഇസ് ഹെർമീഷൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതും ഹെർമീഷനാണ്, ഇതും ഹെർമീഷനാണ്. ഓക്കെ, ഇത് ഹെർമീഷനാണ്, ഇതും ഹെർമീഷനാണ്. ഇത് കൈനറ്റിക് എനർജി ഓപ്പറേറ്റർ ഇങ്ങനെ ഒരു ഫോമിലാണ് വരുന്നത്, ഡെൽസ് ബൈ ഡെൽ എക്സ് ഹോൾ സ്ക്വയർ. മൊമെൻ്റ് ഓപ്പറേറ്ററിൻ്റെ സ്റ്റൈലാണ്. ഇവിടെ ഒരു h ക്രോസിൻ്റെ -h കുറവുണ്ട്, പക്ഷേ മൊമെൻ്റ് ഓപ്പറേറ്ററിൻ്റെ സ്റ്റൈലാണ്. അപ്പോൾ ഇത് രണ്ടും ഹെർമീഷനാണ്. അപ്പോൾ രണ്ടും കറക്റ്റ് ആൻസറായിട്ട് വരിക. കൂടുതൽ നമുക്ക് എന്താ പറയുക, രണ്ടും തെറ്റാന്ന് പറയാൻ പറ്റില്ല, രണ്ടും കറക്റ്റായിട്ട് വരുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ ഓരോ ഓപ്ഷൻ ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ ഓപ്ഷൻ ടിക്ക് ചെയ്യാം, ഡി ടിക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ മൊമെൻ്റ് ഓപ്പറേറ്ററിൻ്റെ റെപ്രസെൻറ്റ്, നമ്മുടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഓപ്പറേറ്റർ ആണല്ലോ മൊമെൻ്റ് ഓപ്പറേറ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഫോമാണ്. പക്ഷേ മൊമെൻ്റ് ഓപ്പറേറ്റർ ആണെങ്കിൽ ഇവിടെ ഒരു -h ക്രോസ് വേണം. പക്ഷേ ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്റർ ആകാൻ വേണ്ടി നമുക്ക് എന്താ പറയുക, h ക്രോസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഐഗൺ വാല്യൂ ഓഫ് ദ പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് ഓപ്പറേറ്റർ. പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് ഓപ്പറേറ്റർ അത് ഇവിടെ നോക്കൂ. ഈ P12 ഒരു പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് ഓപ്പറേറ്റർ ആണെങ്കിൽ ഈ സ്റ്റേറ്റിൽ 2 പാർട്ടിക്കിളുണ്ട്, x1 x2 ഉണ്ട്. അപ്പോൾ ഈ ഓപ്പറേറ്റർ ആക്ട് ചെയ്യുമ്പോൾ psi x1 x2 എന്നുള്ളത് x2 x1 ആയിട്ട് മാറും, psi x2. ഇപ്പോൾ psi എന്നുള്ള ഫംഗ്ഷൻ ഇപ്പോൾ x1 + x2 സ്ക്വയർ ആണെന്നിരിക്കും.
ഇതാണ് സൈ ഓഫ് x1 x2. അപ്പോൾ ഇത് സൈ ഈ x2 xn ആക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം x1 കാണുന്നിടത്ത് x2 വരണം. അപ്പോൾ x2 + x1² ആക്കുക എന്നർത്ഥം. ഇത് x1 x2 ആണെന്നിരിക്കും. പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ x1 കാണുന്നിടത്ത് x2, x2 കാണുന്നിടത്ത് x1 വരണം. അപ്പോൾ ഇതാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഓപ്പറേറ്റർ 2 പ്രാവശ്യം ആക്ട് ചെയ്തു എന്നിരിക്കും. സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം ആക്ട് ചെയ്തു. ഒരു പ്രാവശ്യം ആക്ട് ചെയ്യുമ്പോൾ ഇതൊന്ന് തിരിയും, x2 x1 ആവും. വീണ്ടും ഇത് ആക്ട് ചെയ്യുമ്പോൾ അത് അതിലേക്ക് തന്നെ വരും. അപ്പോൾ ഈ ഓപ്പറേറ്ററിൻ്റെ ഐഗൺ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ സെയിം തന്നെ തരാം, p². പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് ഓപ്പറേറ്റർ 2 പ്രാവശ്യം ആക്ട് ചെയ്ത് അതേ വേവ് ഫംഗ്ഷൻ കിട്ടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഐഗൺ വാല്യൂ 1 ആണ്. അപ്പോൾ ഈ ഓപ്പറേറ്ററിൻ്റെ ഐഗൺ വാല്യൂ 1 ആണ്. അപ്പോൾ അതിനെ റൂട്ട് എടുത്താൽ നമുക്ക് കിട്ടുക p12 എന്നുള്ളത് ഇതിൻ്റെ ഐഗൺ വാല്യൂ അല്ലേ. ഈ ഓപ്പറേറ്ററിൻ്റെ ഐഗൺ വാല്യൂ 1 ആണ്. മനസ്സിലായി? അപ്പോൾ λ² 1 ആണ്. മനസ്സിലായി? λ² എന്ന് പറഞ്ഞാൽ ഐഗൺ വാല്യൂൻ്റെ സ്ക്വയർ. അപ്പോൾ ലാംഡ എത്ര +or-1 വരാം. അപ്പോൾ +1 വരികയാണെങ്കിൽ അതിന് സിമെട്രിക് ബോസോൺസിലൊക്കെ കാണുന്ന സിമെട്രി വേവ് ഫംഗ്ഷൻ എന്ന് പറയാം. മൈനസ് വരികയാണെങ്കിൽ ഫെർമിയോൺസിൽ കാണുന്ന ആൻറ്റി സിമെട്രിക് പാർട്ടിക്കിൾ എക്സ്ചേഞ്ച്. മനസ്സിലായ? ആൻറ്റി സിമെട്രിക് വേവ് ഫംഗ്ഷൻ എന്നാണ് പറയാം. അപ്പോൾ +or-1 വരാം, +1 or -1 വരാം കേട്ടോ. ഐഗൺ വാല്യൂ ഓഫ് ഈസ് r +or-1. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അല്ലെങ്കിൽ കൂടുതൽ MCQs ഒക്കെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇതാണ് എൻ്റെ നമ്പർ 9846222044. ഓക്കെ, താങ്ക് യു.